Good morning, everybody. Welcome back to MTM Education Channel. It's me, Shija, your HRM faculty. Today, we are going to discuss about career planning process or methods. എന്തൊക്കെയാണ് കരിയർ പ്ലാനിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay, there are two career planning process or methods. That is, first one, organization's career planning method or process. Then second one, individual's career planning process or method. അപ്പോൾ രണ്ട് തരത്തിലുള്ള കരിയർ പ്ലാനിങ് മെത്തേഡ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഓർഗനൈസേഷൻസ് കരിയർ പ്ലാനിങ് മെത്തേഡ്സും സെക്കൻഡ് വൺ ഇൻഡിവിജ്വൽ കരിയർ പ്ലാനിങ് മെത്തേഡ്സും. അതിൽ നമുക്ക് ഏതൊക്കെയാണ് ഓർഗനൈസേഷൻസ് കരിയർ പ്ലാനിങ് മെത്തേഡ്സ് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. അതായത് ഓർഗനൈസേഷൻ കരിയർ പ്ലാനിങ് മെത്തേഡിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. നമ്മൾ എംപ്ലോയീസിനെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്? അസസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കരിയർ പ്ലാനിങ് ഓഫ് ഓർഗനൈസേഷൻ ഇസ് ടു മേക്ക് ആൻ അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻ. It is necessary to learn about interest, values, aptitude, abilities and personality of employees before making career planning. എന്താണ് പറയുന്നത്? എപ്പോഴും ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് എന്താണ്? നമ്മൾ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? ഒരു എംപ്ലോയിയുടെ നീഡ്സും അതുപോലെ അവരുടെ ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആഗ്രഹങ്ങളും എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തണം, അല്ലേ? അതായത് ഓരോ എംപ്ലോയീസിനും എന്തുണ്ട്? ഒരുപാട് ഇൻട്രസ്റ്റും വാല്യൂസും എബിലിറ്റീസും പേഴ്സണാലിറ്റീസും ഒക്കെ ഉണ്ടായിരിക്കും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം? ലേൺ ചെയ്യണം. ഒരു കരിയർ പ്ലാനിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നന്നായിട്ട് പഠിച്ചിരിക്കണം. To a large degree, maximum success of career planning depends on how well management makes an inventory by evaluating employees' skill, abilities and interest. അതായത് നമ്മളുടെ ഈ ഒരു പ്ലാനിങ്ങിൻ്റെ എന്താ പറയുക, സക്സസ് എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഓരോ മാനേജ്മെൻറ്റ് എംപ്ലോയീസിൻ്റെ സ്കില്ലും എബിലിറ്റീസും ഇൻട്രസ്റ്റും എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു ഇൻവെൻട്രി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ കരിയർ പ്ലാനിങ്ങിൻ്റെ സക്സസ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് അനലൈസിങ് കരിയർ ഓപ്ഷൻ. ഇനി ഓരോരുത്തരുടെയും കരിയർ ഓപ്ഷൻ എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. എങ്ങനെയാണ് കരിയർ ഓപ്ഷൻ അനലൈസ് ചെയ്യുന്നത്? ദിസ് ക്യാൻ ബി ഡൺ ബൈ ഐഡൻറ്റിഫൈയിങ് പൊട്ടൻഷ്യൽ കരിയേഴ്സ്, ഗ്യാദർ ഇൻഫോർമേഷൻ അബൌട്ട് ദോസ് കരിയേഴ്സ് ആൻഡ് മാച്ച് ദ കരിയർ ഇൻഫോർമേഷൻ വിത്ത് ദ റിസൾട്ട് ഫ്രം അസസ്മെൻറ്റ് ഓൾറെഡി മെയ്ഡ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കരിയർ ഓപ്ഷൻ അനലൈസ് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈയിങ് പൊട്ടൻഷ്യൽ കരിയേഴ്സ്. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പൊട്ടൻഷ്യൽ കരിയേഴ്സും നമ്മൾ എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഗ്യാദർ ഇൻഫോർമേഷൻ അബൌട്ട് ദോസ് കരിയേഴ്സ്. എന്നിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത കരിയറിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. ആൻഡ് മാച്ച് ദ കരിയർ ഇൻഫോർമേഷൻ വിത്ത് ദ റിസൾട്ട് ഫ്രം അസസ്മെൻറ്റ് ഓൾറെഡി മെയ്ഡ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു അസസ് ചെയ്തിട്ടുണ്ടാവില്ല, എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അസസ് ചെയ്തിട്ടുണ്ട്. ആ എംപ്ലോയീസിനെ നമ്മൾ അസസ് ചെയ്തതും അതുപോലെ ഈ ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ തമ്മിൽ മാച്ച് ചെയ്യിക്കുക. അതായത് ഏതാണോ മാച്ച്, ഏതിനോടാണ് മാച്ച് ചെയ്യുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കരിയർ ഓപ്ഷൻ അനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് പോയിന്റ് ഈസ് ഫീഡ്ബാക്ക് മീറ്റിംഗ് വിത്ത് എംപ്ലോയീസ്. ഇനി നമ്മൾ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? എംപ്ലോയീസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫീഡ്ബാക്ക്, അല്ലേ, മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണം. അതായത് എംപ്ലോയീസിനോട് നമ്മൾ പറഞ്ഞിരിക്കണം ഓരോരുത്തർക്കും ഡെവലപ്മെൻറ്റ് ആവശ്യമുള്ള ഫീൽഡ് ഏതാണ്, ഏരിയ ഏതാണ്, എവിടെയൊക്കെയാണ് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എംപ്ലോയീസുമായിട്ട് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, അല്ലേ? എപ്പോഴും ഒരു ഓർഗനൈസേഷൻ്റെ കരിയർ പ്ലാനിങ് ഗോൾസും അതുപോലെ എംപ്ലോയീസിൻ്റെ ആസ്പിറേഷനും തമ്മിൽ മാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം.
ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് അതുപോലെ എംപ്ലോയീസിൻ്റെ ആഗ്രഹങ്ങൾ ഇത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം എന്നാണ് പറയണത്, മാച്ച് ചെയ്തിരിക്കണം. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം എന്നാണ് പറയണത്, ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഡിറ്റർമിൻ ദ ഓർഗനൈസേഷണൽ ഗോൾസ് അറ്റ് ഫസ്റ്റ്. എപ്പോഴും ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് എന്താണ്, ഓർഗനൈസേഷൻ്റെ ഗോൾസ് ഫിക്സ് ചെയ്യണം. ദെൻ വി ട്രൈ ടു പ്ലേസ് ദ എംപ്ലോയീസ് ഇൻ ദ പോക്കറ്റ് സ്യൂട്ടബിൾ ടു ദം ഇൻ ടേംസ് ഓഫ് ദ നോളജ്, സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഗോൾസ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഓരോ എംപ്ലോയീസിൻ്റെയും നോളജും എബിലിറ്റി അവരുടെ കഴിവുകളൊക്കെ അനുസരിച്ചിട്ട് അതാത് ജോബിൽ അവരെ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. അങ്ങനെ രണ്ടും നമ്മൾ ഈക്വൽ ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റണം. എന്നാൽ മാത്രമേ നമ്മളുടെ കരിയർ പ്ലാനിങ് എന്തായി മാറുള്ളൂ, സക്സസ് ആയിട്ട് മാറുള്ളൂ. ദെൻ നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ്. അതായത് നമ്മളുടെ ഫീഡ്ബാക്ക് എല്ലാം കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്, ഓരോ സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോർമുലേറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇനി എന്തൊക്കെയാണ് ഈ സ്ട്രാറ്റജീസിൽ വരുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ഗീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. എന്തൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. രണ്ടാമത് കണ്ടക്ട് ഇൻഫോർമേഷണൽ ഇൻ്റർവ്യൂ ടു അക്വയർ ഇൻഫോർമേഷൻ. അതുപോലെ തന്നെ ഇൻഫോർമേഷൻ എല്ലാം അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് കണ്ടക്ട് ചെയ്യുന്നു, ഒരു ഇൻഫോർമേഷണൽ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. Then next, spend a day on the job with two professional in different careers. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കരിയേഴ്സിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള രണ്ട് പ്രൊഫഷണൽസ്, ആ പ്രൊഫഷണൽസിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഒരു ദിവസം എന്ത് ചെയ്യാണ്, സ്പെൻഡ് ചെയ്യാണ്, ജോബിന് സ്പെൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, സീക്ക് ഇൻഫോർമേഷൻ ഫ്രം അക്കാഡമിക് അഡ്വൈസേഴ്സ് ആൻഡ് കരിയർ കൗൺസിലേഴ്സ്. അതുപോലെ അക്കാഡമിക് അഡ്വൈസേഴ്സിൻ്റെ അടുത്തുനിന്നും അതുപോലെ കരിയർ കൗൺസിലേഴ്സിൻ്റെ അടുത്തുനിന്നും ഒക്കെ എന്ത് ചെയ്യുന്നു, ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യാം. Then next, invite professors to an employee group meeting to discuss academic fields. അതുപോലെ അക്കാഡമിക് ആയിട്ടുള്ള നോളജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പ്രൊഫസേഴ്സിന് എന്ത് ചെയ്യുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു. Then next, organize courses or workshop in areas where skills will be gained. ഏത് ഫീൽഡിലാണോ നമുക്ക് കൂടുതൽ സ്കില്ല് ആവശ്യമുള്ളത് അതിൽ എന്ത് ചെയ്യുന്നു, ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നു. ലാസ്റ്റ് വൺ, ചേഞ്ചിങ് എംപ്ലോയീസ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് സോ ആസ് ടു മേക്ക് ഇറ്റ് റിയലിസ്റ്റിക്. അതുപോലെ ഒരു കാര്യം നമുക്ക് റിയലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിൻ്റെ നീഡ്സ് അതുപോലെ ആസ്പിറേഷൻ അതൊക്കെ ചേഞ്ച് ചെയ്യുന്നു. ഇത്രയാണ് എന്തിൽ വരുന്നത്, ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഓർ ലാസ്റ്റ് പോയിന്റ്, മെഷറിംഗ് ആൻഡ് മോണിറ്ററിംഗ് പ്രോഗ്രസ് ആൻഡ് സക്സസ്. ഏറ്റവും ലാസ്റ്റ് വരുന്ന എത്രത്തോളം പ്രോഗ്രസ് അല്ലെങ്കിൽ എത്രത്തോളം സക്സസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാണ്, മെഷർ ചെയ്യാണ് അല്ലേ, മെഷർ ചെയ്യുന്നു. അതുപോലെ അത് എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു. അപ്പം നമ്മൾ ഇത്രയും സ്റ്റേജസ്, അസസ്മെൻറ്റ്, അതുപോലെ കരിയർ ഓപ്ഷൻ അനലൈസ് ചെയ്യുക, ഫീഡ്ബാക്ക് എടുക്കുക, സ്ട്രാറ്റജീസും മറ്റുമൊക്കെ ഫോർമുലേറ്റ് ചെയ്യും, ഇംപ്ലിമെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന ഇതെല്ലാം ചെയ്തിട്ട് എത്രത്തോളം ഇത് സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. അപ്പം അതിന് വേണ്ടി നമ്മൾ ഒരു റിവ്യൂ എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അവിടെ ആരാണോ ഈ നമ്മളുടെ കരിയർ പ്ലാനിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് അതായത് മാനേജ്മെൻറ്റിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, ഒരു റിവ്യൂ നടത്തുന്നു. സച്ച് എ റിവ്യൂ ഈസ് മച്ച് യൂസ്ഫുൾ ടു നോ വെദർ ദ ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ഹാവ് ബീൻ യൂട്ടിലൈസ്ഡ് ഇൻ ആൻ എഫക്റ്റീവ് മാനർ. അതായത് നമ്മളുടെ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിനെ എല്ലാം നമുക്ക് നല്ല രീതിയിൽ വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മളൊരു റിവ്യൂ എടുക്കുന്നുണ്ട്. അതുപോലെ സാറ്റിസ്ഫൈങ് ഇൻഡിവിജ്വൽസ് ആൻഡ് കോപ്പറേറ്റിംഗ് ഗോൾസ്, അതായത് നമ്മളുടെ ഗോൾസ് എല്ലാം ശരിയായ രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ, അതായത് ഓർഗനൈസേഷൻ്റെ ഗോൾസ് എന്നുള്ളത് മാത്രമല്ല ഇൻഡിവിജ്വൽ ഗോൾസും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. അതുപോലെ കോപ്പറേറ്റ് ഗോൾസും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അനലൈസ് ചെയ്യും. Review of corporate plans also indicates the necessity of various changes to be brought about in career plan in the light of changed circumstances. അതുപോലെ തന്നെ നമ്മൾ കുറേ പ്ലാൻസും കരിയർ പ്ലാൻസും ഒക്കെ ഉണ്ടാവുമല്ലോ. ആ കരിയർ പ്ലാൻസ് എല്ലാം ചേഞ്ച്, അതായത് എന്താണോ നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്കത് യൂസ്ഫുള്ളായിട്ട്
എഫക്റ്റീവ് ആവുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയോ, ചേഞ്ചിങ് അറ്റ്മോസ്ഫിയറിൽ ചേഞ്ചസ് കൊണ്ടുവന്നതെല്ലാം നന്നായിട്ടുണ്ടോ, എഫക്റ്റീവ് ആയോ എന്നുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് ചെയ്യാണ്, റിവ്യൂ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. സക്സസ് ആയി മാറിയിട്ടുണ്ടോ നമ്മളുടെ കരിയർ പ്ലാൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു. Then the second process is individual career planning process or methods. എന്തൊക്കെയാണ് ഇൻഡിവിജ്വൽ പ്ലാനിങ്? നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ഓർഗനൈസേഷൻസ് കരിയർ പ്ലാനിങ് മെത്തേഡ്സ് ആണ്. ഇനി ഇൻഡിവിജ്വൽ കരിയർ പ്ലാനിങ് മെത്തേഡ്സ്. അപ്പം ഈ മെത്തേഡിൽ ഇൻഡിവിജ്വൽ കരിയർ പ്ലാനിങ്ങിൽ മെയിനായിട്ട് 3 സ്റ്റെപ്പാണ്. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, മെയിനായിട്ട് 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സ്റ്റെപ്പാണ്. ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഗെറ്റ് എന്നാണ് ഈ പ്രോസസ്സ് അറിയപ്പെടുന്ന പേര്. അതിൽ ജി എന്താണ്, ഇ എന്താണ്, ടി എന്താണ്, അതാണല്ലോ ഗെറ്റിൻ്റെ സ്പെല്ലിങ്, GET. ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജി എന്താണെന്നുള്ളത് പറയുന്നുണ്ട്, ഇ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്, അതുപോലെ ടി എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അതിൽ സ്റ്റെപ്പ് 1 ജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഗെറ്റ് ടു നോ യുവർ സെൽഫ് ത്രൂ സെൽഫ് അസസ്മെൻറ്റ്. എന്താണ്, നമ്മളെക്കുറിച്ചിട്ട് തന്നെ എന്ത് ചെയ്യാണ്, മനസ്സിലാക്കിയെടുക്കണം, അസസ് ചെയ്യാൻ അല്ലേ. എന്താണ്, ലേൺ അബൌട്ട് യുവർ ഇൻട്രസ്റ്റ്, വാല്യൂസ്, ആപ്റ്റിറ്റ്യൂഡ്, എബിലിറ്റി ആൻഡ് പേഴ്സണാലിറ്റി. നമ്മളുടെ ഇൻട്രസ്റ്റ്, നമ്മളുടെ വാല്യൂസ്, നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ്സ്, എബിലിറ്റീസ്, പേഴ്സണാലിറ്റി, ഇത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ മനസ്സിലാക്കണം നമ്മളെക്കുറിച്ച്. Thus it involves getting to know yourself, your interests, abilities, values, skill and personality. A number of commercial or non-commercial instruments are available to help you to conduct a self-assessment. അപ്പം നമ്മളെ കുറിച്ചിട്ട് തന്നെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കൊമേഴ്സ്യലായിട്ടും അതുപോലെ നോൺ കൊമേഴ്സ്യലായിട്ടും ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് നമ്മളെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. അതായത് ഗെറ്റ് ടു നോ യുവർ സെൽഫ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്, ഇയിൽ എന്താണ് പറയുന്നത്, എക്സ്പ്ലോർ കരിയർ ടു ഗ്യാദർ ഇൻഫോർമേഷൻ അബൌട്ട് ഒക്യുപ്പേഷൻസ്. ഇറ്റ് ഇൻവോൾവ്സ് ഗ്യാദറിങ് ഇൻഫോർമേഷൻ അബൌട്ട് ഒക്യുപ്പേഷൻ. അതായത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത് എന്താണ്, എക്സ്പ്ലോർ കരിയർ അല്ലേ. കരിയർ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, എക്സ്പ്ലോർ ചെയ്യുക. എങ്ങനെയാണ് കരിയർ എക്സ്പ്ലോർ ചെയ്യുന്നത്, ഒരുപാട് നമ്മളുടെ ഒക്യുപ്പേഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുക. One of the best way to obtain information is through information interview. അപ്പം നമുക്ക് ഈ ജോബിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ ഇൻഫോർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, ഇൻഫോർമേഷൻ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ ക്യാൻ ബി മെയ്ഡ് വിത്ത് സം വൺ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ ഈ ഫീൽഡിലുള്ള ആരെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ പറയണത് ടി ആണ് അല്ലേ. സ്റ്റെപ്പ് 3 എന്താണ്, ടി. ടേക്ക് ആക്ഷൻ ടു ഡെവലപ്പ് എ കരിയർ പ്ലാൻ ആൻഡ് ദെൻ ടേക്ക് ആക്ഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ ആക്ഷൻ പ്ലാൻ. അതായത് നമ്മളിനി ഇത് എന്ത് ചെയ്യാണ്, ആക്ഷൻ എടുക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ആക്ഷൻ നമ്മൾ എടുക്കുന്നു അല്ലേ. ആക്ഷൻ എടുത്തിട്ട് ആ ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ആക്ഷൻ പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നടപ്പിലാക്കുക. This requires deciding on which career is best for you and then taking action with an action plan. These planning steps will help people to move in the right direction. അതായത് നമ്മൾ ഇതിൽ ചെയ്യുന്നത് എന്താണ്, നമ്മൾ എന്തിലെത്തിച്ചേരുകയാണ്, ഏത് കരിയറാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈഡ് ചെയ്യുന്നു. നമുക്ക് ഏത് കരിയറാണ് നമുക്ക് അനുയോജിച്ചത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് എന്താണ് നമ്മളുടെ ഇൻഡിവിജ്വൽ കരിയർ പ്ലാനിങ്ങിൽ പറയുന്നത്. 3 സ്റ്റെപ്പ്, ജി, ഇ ആൻഡ് ടി. ഓക്കെ.